PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ഈ പ്രതികരണങ്ങൾ ഒക്കെ കാണുമ്പോൾ നേരത്തെ BJP എന്തായിരുന്നു ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഭ എത്രത്തോളം അടുത്തിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമാക്കലാണ് പാംപ്ലാനിയുടെ വാക്കുകൾ. ആ തരത്തിൽ പലരും ഈ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിലും സഭയിലെ പല മേലധ്യക്ഷന്മാരും പല രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചൊക്കെ ചിലർ പറയുമ്പോഴാണ് പാംപ്ലാനി ഈ തരത്തിൽ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ തരത്തിൽ നന്ദി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് അമിത്ഷായ്ക്കും മോദിയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് ഇവിടെ നടക്കുന്നു. ഒപ്പം തന്നെ ഏത് തരത്തിലാണ് അവിടെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നുകൂടിയുണ്ട്. കോൺഗ്രസിനെതിരെ കൂടി ഒരു ആയുധമാക്കുന്നത് രാവിലെ നമ്മൾ കണ്ടതാണ്. കന്യാസ്ത്രീകൾക്ക് ഒപ്പം ഇല്ലെങ്കിൽ അവരുടെ കാല് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിൽക്കുന്ന കാർട്ടൂൺ BJPയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇട്ടത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി എത്രത്തോളം ഈ കഴിഞ്ഞ 8 ദിവസങ്ങളിൽ ഇത് എത്രത്തോളം ഈ വിഷയം മുന്നോട്ട് പോയിട്ടുണ്ട്, ഏത് തരത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്? അരവിന്ദ്, കേൾക്കാമോ? നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്രിസ്മസിലും ഈസ്റ്ററിലും ക്രൈസ്തവ നേതാക്കളുടെ വസതികളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലും എങ്ങനെയാണ് BJP നേതാക്കൾ എത്തുന്നതെന്നാണ്. കേക്കുകളും അതുപോലെ തന്നെ മറ്റു സാമഗ്രികളായെല്ലാം BJP നേതാക്കൾ അവരുടെ വസതികളിലേക്കൊക്കെ വരുന്നു. അവരെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ഒരു സമയത്ത് ഇത്തരം ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ക്രൈസ്തവ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അതിർത്തി കാര്യങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവരെ അടുപ്പിക്കുക, കാരണം പ്രധാനമന്ത്രി അടക്കം കഴിഞ്ഞ ഈസ്റ്ററിലും ക്രിസ്മസിലും CBC ആസ്ഥാനത്തടക്കം പോയത് നമ്മൾ കണ്ടതാണ്. ക്രൈസ്തവർക്കൊപ്പം വന്ന സന്ദേശം BJP നൽകാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള അതിക്രമമാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഉണ്ടാകുന്നത്. കേരളത്തിൽ ക്രൈസ്തവർക്കൊപ്പം വന്ന സന്ദേശം നൽകുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJPയും മറ്റു സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകളടക്കം വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ ന്യായീകരിക്കണം എന്നതാണ് പ്രധാനമായും BJP നേതാക്കളെ കുറിക്കുന്നത്. കാരണം BJP സംസ്ഥാന നേതാക്കൾ ഈ കേസെടുത്ത് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് മുതൽ തന്നെ അവർ പറയുന്നത് ഇത്തരത്തിൽ മതപരിവർത്തനം നടന്നിട്ടില്ല, മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല എന്നതാണ്. പക്ഷേ ഛത്തീസ്ഗഡിലെ BJP നേതൃത്വമോ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോ ഇക്കാര്യങ്ങൾ തള്ളുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ പോലും ഛത്തീസ്ഗഡ് BJPയുടെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായി മതപരിവർത്തനം ഈ കന്യാസ്ത്രീകൾ നടത്തി, മതപരിവർത്തനം നടന്നു, മനുഷ്യക്കടത്ത് നടന്നു എന്ന് തന്നെയാണ് ആരോപണം ശക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് BJP ഇത് പ്രതിരോധത്തിലാക്കുന്നത്? അതുകൊണ്ട് തന്നെ അതിന്റെ ഇടപെടൽ BJP നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. BJP നേതാക്കളുടെ വാദപ്രതിവാദങ്ങൾ അതാണ്. കാരണം ഇത്തരത്തിൽ കോടതി NIA-യിലേക്ക് കേസ് പോയിരിക്കുന്നു, ജാമ്യത്തിന് ഇടപെടൽ നടത്തിയെന്നൊക്കെ BJP പറയുമ്പോഴും പ്രോസിക്യൂഷൻ ഇതുവരെ അനുകൂലമായ ഒരു നിലപാട് എടുത്തിട്ടില്ല. കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ബജറംഗ് അടക്കം ഉയർത്തിയ ആരോപണങ്ങളെ ഇത്തരത്തിൽ പ്രതിരോധിക്കുന്ന തരത്തിൽ, അതിനെ മറികടക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയിരുന്നു. എന്തായാലും ആ ആരോപണങ്ങളും അതുപോലെ തന്നെ ആ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുന്ന തെളിവുകൾ ഹാജരാക്കിയതിന് പിന്നാലെയാണ് ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഇനി അവർക്ക് മുന്നിലുള്ളത് റദ്ദാക്കുക. അതിന് BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഛത്തീസ്ഗഡിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമോ എന്നത് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വലിയ രീതിയിൽ അവർ ഇതിനെ അനുകൂലിക്കുന്നു. കാരണം ബജരംഗദൾ ആരോപണത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അടക്കം നിലപാടുകൾ എടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിട്ട് പോലും പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നില്ല. അപ്പോൾ NIA അടക്കം കേസിലേക്ക് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് കണ്ടറിയേണ്ടത്. ഏത് തരത്തിലായിരിക്കും ഈ കേസ് റദ്ദാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് BJPയുടെ ഇടപെടൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.